ഹായ്, എല്ലാവർക്കും A to Zന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ വിവിധ പഞ്ചായത്തുകളിലൊക്കെ ആയിട്ട് വ്യത്യസ്തമായുള്ള താൽക്കാലിക ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ജോബുകളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി നേടാൻ പറ്റുന്ന ജോബ് ഒഴിവുകളാണ് നിലവിലുള്ളത്. നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. ഇപ്പോൾ കേരള സർക്കാരിന് കീഴിൽ വ്യത്യസ്തമായിട്ടുള്ള സ്ഥാപനങ്ങളിലും പഞ്ചായത്തുകളിലൊക്കെ ആയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകൾ, താൽക്കാലിക ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള താൽക്കാലിക ഒഴിവുകൾ നമ്മൾ ഈ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന താൽക്കാലിക ഒഴിവുകളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി നിങ്ങൾക്ക് ഇതിലേക്ക് നേടാൻ പറ്റും. ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഓരോ പോസ്റ്റിലേക്കും വ്യത്യസ്തമായിട്ടുള്ള നമ്പറുകളാണ്. ആദ്യമായിട്ട് പറയുന്നത് മുട്ടിൽ ഗ്രാമപഞ്ചായത്തിൽ താൽക്കാലിക നിയമനം. മുട്ടിൽ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിൽ ക്ലർക്ക് തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. SLC ആണ് യോഗ്യത. കമ്പ്യൂട്ടർ പരിജ്ഞാനവും പ്രവൃത്തി പരിചയവും അഭികാമ്യം. താല്പര്യമുള്ളവർ സർട്ടിഫിക്കറ്റിന്റെ അസലുമായി ജൂലൈ 2 രാവിലെ 11 നേരിട്ട് എത്തണമെന്ന് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. ഫോൺ നമ്പർ 049362022418 നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. പിന്നീട് കോട്ടത്തറ ഗ്രാമപഞ്ചായത്തിൽ ഓവർസിയർ നിയമനമാണ്. കോട്ടത്തറ ഗ്രാമപഞ്ചായത്തിലെ LID ആൻഡ് EW സെക്ഷൻ ഓഫീസിൽ ഓവർസിയർ തസ്തികയിൽ നിയമനം നടത്തുന്നു. ITI ഡിപ്ലോമ സിവിൽ യോഗ്യതയും 3 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് സർട്ടിഫിക്കറ്റുമായി ജൂൺ 28 രാവിലെ 10:30 പഞ്ചായത്ത് ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പിന്നെ ആശാ വർക്കറെ നിയമിക്കുന്നുണ്ട്. മാനന്തവാടി നഗരസഭയുടെ കീഴിൽ ആശാ വർക്കർമാരെ നിയമിക്കുന്നു. ചാലികത, കോതമ്പറ്റ, പ്രിയദർശിനി, കല്യോടുകുന്ന്, പോത്തൻകൊല്ലി, അതുപോലെ പടച്ചിക്കുന്ന്, പാട്ടവയൽ, കാവുമൂല, മുരിക്കുന്തേരി, മുയൽക്കുനി, വാമം, പുതിയകണ്ടി നഗറിലെ വനിതകൾക്ക് അപേക്ഷിക്കാം. 25-നും 45-നും ഇടയിൽ പ്രായമുള്ള എഴുത്തും വായനയും അറിയുന്നവർക്ക് ആണ് അവസരം. താല്പര്യമുള്ളവർ ജൂൺ 26 ഉച്ചയ്ക്ക് 2 യോഗ്യതാ സർട്ടിഫിക്കറ്റുമായി കുറുക്കൻമുല PHCയുടെ കൂടിക്കാഴ്ചയ്ക്ക് എത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. 0493529494 നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ വേങ്ങര സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ വാക്കിൻ ഇന്റർവ്യൂ ആണ്. വേങ്ങര സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ലാബ് ടെക്നീഷ്യൻ, ഫാർമസിസ്റ്റ് തസ്തികകളിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. +2 ഗവൺമെന്റ് അംഗീകൃത DMLT അതുപോലെ BMLT വിജയവും പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനുമാണ് ലാബ് ടെക്നീഷ്യന് വേണ്ടി യോഗ്യത. BPharm DPharm വിജയവും ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷനുമാണ് ഫാർമസിസ്റ്റിന് വേണ്ട യോഗ്യത. സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ മുൻപരിചയമുള്ളവർക്കും CHCയുടെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കും മുൻഗണന ലഭിക്കും. നിയമനത്തിനായി ജൂൺ 26 രാവിലെ 10:30 സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുന്നതാണ്. യോഗ്യരായ അപേക്ഷകർ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുമായി പ്രവൃത്തി പരിചയം തെളിയിക്കുന്നതിനുള്ള അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം സാക്ഷ്യപ്പെടുത്തിയ ബയോഡേറ്റയും സഹിതം ഹാജരാവണം. കൂടുതൽ ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 049424257642 നമ്പറിലും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ തെറാപ്പിസ്റ്റിൻ്റെ ഒഴിവ് വന്നിട്ടുണ്ട്. സമഗ്ര ശിക്ഷ കേരളം ജില്ലയിലെ വിവിധ BRCകളിൽ സ്പീച്ച് ഫിസിയോതെറാപ്പിസ്റ്റുകളെ നിയമിക്കുന്നു. യോഗ്യതയുള്ളവർ ബയോഡാറ്റ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി എന്നിവ സഹിതം ജൂൺ 30 ഈ ഒരു ഇമെയിൽ ID അയക്കുക. അതുപോലെ തന്നെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്നതാണ്. പിന്നീട് കെയർടേക്കർ നിയമനമാണ്. കെയർടേക്കർ നിയമനം കേരള മഹിളാ സമിക്യ സൊസൈറ്റിയുടെ നിയന്ത്രണത്തിൽ വനിതാ ശിശുവികസന വകുപ്പിന്റെ സഹായത്തോടെ ആലപ്പുഴയിൽ പ്രവർത്തിക്കുന്ന എൻട്രി ഹോം ഫോർ ഗേൾസിൽ കെയർടേക്കർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനത്തിന് വാക്കിൻ ഇന്റർവ്യൂ നടത്തുന്നു. നിർദ്ദിഷ്ട യോഗ്യതയുള്ള സ്ത്രീ ഉദ്യോഗത്തിൽ വെള്ള പേപ്പർ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം 2024 ജൂലൈ 3 രാവിലെ 11 മണിക്ക് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് മിനി ഹാളിൽ നടക്കുന്ന ഇന്റർവ്യൂവിന് ഹാജരാവണം. +2 PDഗ്രിയാണ് യോഗ്യത. 25 വയസ്സ് പൂർത്തിയാകണം. 30 വയസ്സ് മുതൽ 45 വയസ്സ് പ്രായപരിധിയിലുള്ളവർക്ക് മുൻഗണന നൽകുന്നതാണ്. 12,000 രൂപയാണ് പ്രതിമാസ വേതനം. കൂടുതൽ ബന്ധപ്പെടേണ്ട വിലാസം സ്റ്റേറ്റ് പ്രൊജക്ട് ഡയറക്ടർ, കേരള മഹിളാ സമിക്യ സൊസൈറ്റി, TC 20/1652 കൽപ്പന കുഞ്ചാലമ്മൂട്, കരമന PO, തിരുവനന്തപുരം എന്ന വിലാസത്തിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്നതാണ്. പിന്നീട് മൃഗസംരക്ഷണ വകുപ്പിൽ ഡ്രൈവർ കം അറ്റൻഡർ നിയമനമാണ്. മൃഗസംരക്ഷണ വകുപ്പിൽ ഇരിക്കൂർ, എടക്കാട്, ഇരിട്ടി, തളിപ്പറമ്പ്, പയ്യന്നൂർ, പാനൂർ, കൂത്തുപറമ്പ്, പേരാവൂർ, തലശ്ശേരി, കണ്ണൂർ, കല്യാശ്ശേരി ബ്ലോക്കുകളിൽ വൈകിട്ട് 6 മുതൽ രാവിലെ 6 വരെ വീട്ടുപടിക്കൽ മൃഗചികിത്സാ സേവനത്തിന് കരാടിസ്ഥാനത്തിൽ ഡ്രൈവർ കം അറ്റൻഡന്റിനെ നിയമിക്കുന്നു.
താല്പര്യമുള്ളവർ LMB ലൈസൻസിൻ്റെ അസലും പകർപ്പും സഹിതം ജൂൺ 27 ഉച്ചയ്ക്ക് 2 മണിക്ക് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. ഫോൺ നമ്പർ 0497270026 നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്നതാണ്. പിന്നീട് വാക്കിൻ ഇൻ്റർവ്യൂ. ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന സാഗർ മിത്ര പദ്ധതിയിലേക്ക് കരാറടിസ്ഥാനത്തിൽ സാഗർ മിത്രങ്ങളെ നിയമിക്കുന്നു. ഫിഷറീസ് സയൻസ്, മറൈൻ ബയോളജി, സുവോളജി എന്നിവയിൽ ഏതെങ്കിലും ബിരുദം നേടിയിട്ടുള്ള ഫിഷറീസ് പ്രൊഫഷണലുകളും പ്രാദേശിക ഭാഷകളിൽ ഫലപ്രദമായി ആശയവിനിമയം നടത്താൻ പ്രാഗൽഭ്യമുള്ളവരെയും വിവര സാങ്കേതിക വിദ്യയിൽ പരിജ്ഞാനമുള്ളവരെയും മത്സ്യഗ്രാമം സ്ഥിതി ചെയ്യുന്ന പ്രദേശവാസികളായിരിക്കണം അപേക്ഷകർ. പ്രായം 35 വയസ്സ്. താല്പര്യമുള്ളവർ ബയോഡാറ്റ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം ജൂലൈ 4 രാവിലെ 10:30 കൂടിക്കാഴ്ചയ്ക്കായി ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ ഹാജരാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. 0497-273-1081 നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്നതാണ്. പിന്നെ താൽക്കാലിക നിയമനം. കതിരൂർ പ്രീ മെട്രിക് ഹോസ്റ്റലുകളിൽ വിവിധ വിഷയങ്ങളിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ട്യൂഷൻ ടീച്ചർമാരെ നിയമിക്കുന്നു. ഹൈസ്കൂൾ വിഭാഗത്തിൽ ബിരുദവും BEdഉം UP വിഭാഗത്തിൽ TTCയുമാണ് യോഗ്യത. താല്പര്യമുള്ളവർ ജൂൺ 26 രാവിലെ 11 മണിക്ക് പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം അഭിമുഖത്തിന് ഹാജരാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്നതാണ്. ഇത്രയും ജോബുകളാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് വന്നിരിക്കുന്നത്. താല്പര്യമുള്ള ആളുകൾ തീർച്ചയായും ഈ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക. മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാൻ അവർക്ക് കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. ഡെയിലിത്തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സിലൊക്കെ ഒന്നും കൂടി ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുടെ ഫോളോ ചെയ്യാം. നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനായി വിടുകണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.